കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു സാഹിത്യ അക്കാദമി ചെയർമാൻ കൂടിയായ സച്ചിദാനന്ദൻ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയത്. തുടർഭരണം പാർട്ടിയെ നശിപ്പിക്കുമെന്നും അധികാര തുടർച്ച ദുരധികാരമായി തീരുമെന്നും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. നിശിതമായ സൈബർ വിമർശനങ്ങൾക്ക് വിധേയമായപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കവി സച്ചിദാനന്ദൻ. കവികൾക്ക് പലതും കാലെക്കൂട്ടി കാണാൻ കഴിയുമെന്ന് പറയാറുണ്ട്. ഒരു പ്രവചന സ്വഭാവത്തോടെയുള്ള പ്രതികരണമായിരുന്നു കവി സച്ചിദാനന്ദൻ നടത്തിയത്. എന്നാൽ ഇത്തരം വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടി ഒട്ടുമേ പാകപ്പെട്ടിരുന്നില്ല. തുടർഭരണം CPM-നെ ആശയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും എന്ന ഭീതി CPM-ന്റെ കേഡറുകളുടെയും അനുഭാവികളുടെയും ഭീതിയായി മാറുന്നതാണ് ഇലക്ഷനിൽ നാം കണ്ടത്. തൻ്റെ നിലപാടുകൾ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയിൽ നിന്ന് വരുന്നതാണെന്നും അതിനാൽ അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സച്ചിദാനന്ദൻ ആവർത്തിക്കുകയുണ്ടായി. പാവപ്പെട്ടവർക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയാണ് പാർട്ടി നിലകൊള്ളേണ്ടതെന്നും ഗവൺമെന്റുകൾ ഈ തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുമായിരുന്നു സച്ചിദാനന്ദന്റെ കൃത്യമായ ആവശ്യം. പശ്ചിമ ബംഗാളിലെ അനുഭവമാണ് അദ്ദേഹം അന്ന് ഉദാഹരിച്ചത്. പാർട്ടിയിൽ അഴിമതിക്കും സ്വേച്ഛാധിപത്യത്തിനും ഇതൊക്കെ കാരണമാകുമെന്നായിരുന്നു അന്ന് അദ്ദേഹം നിരീക്ഷിച്ചത്. ഓരോ വാക്കുകളും CPM-നുള്ള സന്ദേശമായിരുന്നു, മുന്നറിയിപ്പായിരുന്നു. പ്രവചനാത്മക സ്വഭാവത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവും പ്രസ്താവനയും CPM അനുഭാവികളുടെയും കേഡറുകളുടെയും മനോവികാരമറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു എന്ന് ഇലക്ഷൻ റിസൾട്ട് വ്യക്തമാക്കുന്നു.